കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പുഴുപ്പല്ല് അഥവാ ഡെന്റൽ കാരിയസിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രൈമറി ഡെന്റിഷൻ നടക്കുന്ന സമയത്ത് ഈ വരുന്ന ചെറു പല്ലുകൾക്ക്, പാൽ പല്ലുകൾക്ക് ഇനാമലിന് കട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ദ്രവിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ അമിതമായിട്ട് മധുരമുള്ള ഷുഗറി ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴും ഈ പല്ലും വായ്ക്കകത്തുള്ള ബാക്ടീരിയയും ഈ ഷുഗറി ഡ്രിങ്ക്സുമായിട്ടുള്ള ആ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ കാരണം പല്ല് ദ്രവിക്കുന്നതായിരിക്കും. ഇനീഷ്യലി വൈറ്റ് സ്പോട്സ് പോലെ വന്ന് പിന്നെ അത് ബ്രൗൺ കളറായി നമ്മളൊരു ക്യാവിറ്റേഷൻ പോലെ ആയി വരുന്നു. ഈ നെർവ്സ് സെൻസിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കൊച്ചിന് എന്ത് കഴിച്ചാലും വേദനയും അസ്വസ്ഥതയും ബുദ്ധിമുട്ട് വരികയും ചെയ്തു അത് കുഞ്ഞിന്റെ ഉറക്കത്തെ വരെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇനീഷ്യൽ 6 മാസത്തിന് ശേഷം പാൽപ്പല്ലുകൾ വരുമ്പോൾ തന്നെ നമ്മൾ മോണ വൃത്തിയാക്കി കൊടുക്കണം. പതുക്കെ അത്യാവശ്യം 7 മുതൽ 8 പല്ലായി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് തേപ്പിച്ച് തുടങ്ങാവുന്നതാണ്. ഏകദേശം 15 മാസത്തോളം സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. ചെറിയ കടുകുമണിയോളം ഇനീഷ്യലി പേസ്റ്റ് യൂസ് ചെയ്യാം. 2 വയസ്സിൽ താഴെ നമുക്ക് ഫ്ലൂറൈഡ് കണ്ടന്റ് ഇല്ലാത്ത പേസ്റ്റും അതിനുശേഷം ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വാ കഴുകി പഠിപ്പിക്കുക, പ്രോപ്പറായിട്ടുള്ള ബ്രഷിംഗ് പഠിപ്പിക്കുക, ഷുഗറി ഡ്രിങ്ക്സ് കൊടുക്കുന്നത് കുറയ്ക്കുക. രാത്രി കാലങ്ങളിൽ എസ്പെഷ്യലി ഒരുപാട് പാല് കുപ്പിയിൽ വലിച്ചു കുടിക്കുന്ന കുട്ടികൾക്ക് ഫ്രണ്ടിലത്തെയും താഴത്തെയും 4 പല്ലുകൾ ദ്രവിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മൾ കഴിവതും രാത്രി കാലങ്ങളിൽ പാല് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. ഓവറായിട്ട് ബോട്ടിലിൽ ഫീഡ് ചെയ്യാതിരിക്കുക. കുഞ്ഞി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെയുള്ള പുഴുപ്പല്ല് ഒഴിവാക്കാം സാധിക്കുന്നതായിരിക്കും.